ഇനി എത്ര ദൂരം കയറേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ. ആ, കണ്ടുപിടിച്ചല്ലോ. ഓ, പ്രച്ഛന്ന വേഷത്തിന് മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. വരണം സാർ, വരൂ. ഏത് മുഖംപൊടിയാ വേണ്ടത്? ഇത് വേണം. അയ്യോ, കട മുഴുവൻ കൊളവാക്കിയല്ലോ. ഇതെങ്ങനെയുണ്ട്? വളരെ മോശം. ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ഇവിടെ നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മരത്തിൽ കാണും. ആ മുഖംമൂടി ഇപ്പൊ എന്റെ കയ്യിലാണുള്ളത്. സെക്ഷൻ 30-ൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ മുഖം മൂടി അടിക്കേണ്ട ലോഷൻ ഞാൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എന്റെ അങ്കിൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്കിൾ ഏതെങ്കിലും മുഖംമൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അത് സാധാരണ കൊച്ചുകുട്ടികൾ വെക്കുന്ന മുഖംമൂടി ആയിരിക്കും അങ്കിൾ. പ്രശ്നമില്ല. ജൂലിയല്ല, എന്റെ പേര് ബൂബു, പ്രേതങ്ങളുടെ രാജ്ഞി. ഓ, മേക്കപ്പ് ആയിരുന്നോ? ഓ ജൂലി, ഇതുപോലെ ഇനി ആരെയും നീ പേടിപ്പിക്കാൻ പാടില്ല കേട്ടോ. ഇന്ന് രാത്രി ഒരു പ്രച്ഛന്ന വേഷ മത്സരം ഉണ്ട് ജാക്കി. ആ മത്സരത്തിൽ പങ്കെടുത്തിട്ട് എല്ലാവരെയും പേടിപ്പിച്ച് സമ്മാനം. നിനക്ക് മത്സരത്തിൽ വിജയിക്കണമെന്ന് കണ്ടിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് ശരിയല്ല. മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി പ്രേതവേഷം ധരിക്കുന്നത് തെറ്റില്ല. എന്താ നോക്കി നിൽക്കുന്നത്? മത്സരത്തിൽ സമയമായി. ഇനി 1 മണിക്കൂറിനുള്ളിൽ മത്സരം നടത്തുന്ന സ്ഥലത്തിൽ നമ്മൾ എത്തണം. ഇതാരാ? ക്യാപ്റ്റൻ ബ്ലാക്ക്. ഈ കഴുകന്റെ വേഷം നന്നായിട്ടുണ്ട്. പക്ഷേ കഴുകന് മൊട്ടയടിച്ചിരിക്കുന്നു. നീയെങ്കിലും ഈ വേഷത്തെ കണ്ട് കമന്റ് അടിച്ചല്ലോ. മത്സരത്തിന് എല്ലാരും തയ്യാറായിട്ടുണ്ടല്ലോ അല്ലേ? എന്താ ഫയൽമാൻമാര് പച്ചന്റെ വേഷത്തിൽ വന്നിരിക്കുന്നത്? ഞാനൊന്നും വേഷം മാറി വന്നതല്ല ക്യാപ്റ്റൻ ബ്ലാക്ക്. ഇത് ഒറിജിനലാണ്. ഇതെന്താ വേഷം? മൊട്ട കഴുകൻ. എല്ലാതിന്റെ സമയം. ഫയൽമാൻ, നിങ്ങൾ ഞങ്ങളോട് മത്സരത്തിന് ഇറങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. ആക്ച്വലി ഈ വർഷം എനിക്ക് മത്സരത്തിൽ ഇറങ്ങാനുള്ള താല്പര്യം തന്നെ ഇല്ല. എന്നാലും എല്ലാരും കപ്പൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ മത്സരത്തിൽ ഇറങ്ങാമെന്ന് ഉദ്ദേശിക്കുന്നു. ബാബു എവിടെ പോയി? കാണാനില്ലല്ലോ. ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. ആർക്കും എതിർക്കാൻ പറ്റാത്ത ഒരു ധൈര്യശാലി. ഫയൽമാന് ശേഷം 2ാമത് ചാമ്പ്യനായി എന്നെ തോൽപ്പിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിന്റെ വെല്ലുവിളി നേരിടാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് നോക്കാം. വേണ്ട, നിങ്ങളിൽ ആർക്കെങ്കിലും മുറിവുണ്ടാവും. ആർക്കെങ്കിലുമോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഇല്ല, ഞാന് എന്താ പറയാൻ വന്നതെന്ന് വെച്ചാല്, ഈ മത്സരത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. റെസ്ലിംഗ് റിംഗ് ഇല്ലാതെ മത്സരത്തിന് ഇറങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് ശേഷം ഈ ലോകത്തിൽ 2ാമത് ചാമ്പ്യനായി എന്നെ ഒരു പെണ്ണ് തോപ്പിക്കുമെന്ന് പേടിയുണ്ടോ? അങ്ങനെയൊന്നുമില്ല ബാബു. എന്തായാലും റെസ്ലിംഗിൽ നീയാണ് ചാമ്പ്യൻ. പക്ഷേ രാത്രി നടക്കുന്ന പ്രച്ഛന്ന വേഷത്തിൽ ജയിക്കാൻ പോകുന്നത് ഞാനാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ മുഖംമൂടിക്ക് പ്രൈസ് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്? അതെ, ബാക്കിയുള്ളവരെ ആരെ കൂടുതൽ പേടിപ്പിക്കുന്നോ അവരാണ് ഈ മത്സരത്തിൽ വിജയിക്കുക. സമയം അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ ഇരുന്ന് ഓരോന്ന് സംസാരിക്കുന്നതിലും ഭേദം മത്സരത്തിന് പോകുന്നതാ നല്ലതെന്ന് തോന്നുന്നു. ശരിയാ, വരൂ നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു പക്ഷേ ഞാൻ പ്രച്ഛന്ന മത്സരത്തിൽ തോറ്റു പോവോ? ഈ മുഖം പൊടി ഇട്ടാൽ ജൂലിയേക്കാളും നന്നായിട്ട് എന്നെ കണ്ട പേടിക്കും. ഇല്ല, ഇതല്ല. അയ്യോ, പ്രച്ഛന്ന വേഷ മത്സരത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നല്ലോ. എന്തു പറ്റി? വികടനാഥൻ. അത് ശരി. ജാക്കി ജൻ എന്താ നിങ്ങളുടെ കൂടെ ചേർന്ന് മുഖംമൂടിയെ തേടാത്തത്? അത് പിന്നെ കാരണം ആ മുഖംമൂടി ജാക്കി ജാന്റെ അടുത്താണ് ഉള്ളത്. ഇദ്ദേഹം എന്താ പറയുന്നത്? സത്യമാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്കിളും ഭീമയും കാണാനില്ലല്ലോ. അവരും മത്സരത്തിൽ പങ്കെടുക്കുന്ന തോന്നുന്നേ. ഓ, മുഖംമൂടി അവിടെ ഇട്ടേച്ച് പോന്നു. അല്ല, ബാബു എവിടെ?